ഈ കഥ തുടങ്ങുന്നത് ഗ്രാൻഡ് ടൂറിസ്റ്റ് ഹോം എന്ന ലോഡ്ജിൽ നിന്നാണ്. ഇത് ശരത്ത്, ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് ആണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള മയക്കത്തിലായിരുന്നു ശരത്ത്. ആരോ പുറത്തേക്കിറങ്ങി പോകുന്നത് കണ്ടാണ് അവൻ ഉണർന്നത്. മുഖം കഴുകാനായി ചെല്ലുമ്പോൾ ടാങ്കിൽ വെള്ളമുണ്ടാകില്ല. മോട്ടോർ ഓണാക്കി ടാങ്ക് ഫില്ലാക്കിയ ശേഷം മുഖം കഴുകി ചായ കുടിക്കാനായി തൊട്ടടുത്തുള്ള ചായക്കടയിലേക്ക് ചെല്ലും. ശരത്ത് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു തുടങ്ങും. കയ്യിൽ കുടയില്ലാത്തതിനാൽ നനഞ്ഞുകൊണ്ട് തന്നെ അവൻ തിരിച്ച് ലോഡ്ജിലേക്ക് എത്തും. മഴ നനഞ്ഞ് കാലിൽ ചെളിയായതിനാൽ പുറത്തെ ടാപ്പിൽ നിന്നും കാല് കഴുകാൻ നോക്കുമ്പോൾ വെള്ളമില്ല. പൈപ്പ് എവിടെയോ ലീക്ക് ഉണ്ടെന്ന് ശരത്തിന് മനസ്സിലാകും. വീണ്ടും മോട്ടോർ ഓണാക്കി ലോഡ്ജിലേക്ക് കയറും. ഒഴിഞ്ഞ സ്ഥലത്തുള്ള ഒരു ലോഡ്ജ് ആയതിനാൽ അധികം ആൾക്കാർ ആ ലോഡ്ജിൽ താമസമില്ല. ഉള്ള കുറച്ചു പേർ സ്ഥിരം ആ ലോഡ്ജിൽ റൂം എടുക്കുന്നവരാണ്. ശരത്ത് താമസമുള്ള ഓരോ റൂമുകളിലും കയറി പൈപ്പ് ലീക്കുണ്ടോ എന്ന് താമസക്കാരോട് ചോദിക്കും. ഏറ്റവും മുകളിലെ നിലയിലെത്തുമ്പോൾ കോറിഡോർ മുഴുവൻ വെള്ളം ഒഴുകി നടക്കുന്നു. 210-ാമത്തെ റൂമിൽ നിന്നാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് എന്ന് മനസ്സിലാകും. ഡോറിൽ തട്ടി റൂം തുറക്കാൻ ആവശ്യപ്പെടുമെങ്കിലും ആരും റൂം തുറക്കില്ല. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് റൂം ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് അവന് മനസ്സിലായത്. അവൻ ആ റൂമിന്റെ സൈഡിലെ ജനൽപ്പാളി തുറന്നു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി അനക്കമില്ലാതെ കഴുത്തിൽ സാരി ചുറ്റിയ രീതിക്ക് വാഷ്റൂമിൽ ഇരിക്കുന്നു. ഇത് കണ്ട് ഭയന്ന അവൻ ജനലടച്ച് പോലീസിന് കോൾ ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ലോഡ്ജ് മുഴുവൻ പോലീസുകാരെ കൊണ്ട് നിറയും. CI കുര്യൻ, SI മനോജ് രണ്ടുപേരും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബോഡി പരിശോധിക്കും. കുര്യൻ SI മനോജിനോട് പറഞ്ഞു, കഴുത്തിൽ ഒരു മുറിവുണ്ട്. പുറമെ അടിച്ചതിന്റെയോ ഇടിച്ചതിന്റെയോ ഒരു പാടുമില്ല. എന്നാൽ കഴുത്തിലുള്ള മുറിവ് ഈ പെൺകുട്ടിയുടെ സാരി കൊണ്ട് മുറിക്കിയപ്പോൾ ഉണ്ടായതാണെന്ന് തോന്നുന്നു. CI കുര്യൻ ആ റൂം ഒന്നുകൂടെ പരിശോധിച്ചപ്പോൾ കട്ടിലിലെ ഒരു തടിക്കഷ്ണം പൊട്ടി താഴെ കിടക്കുന്നത് ശ്രദ്ധിച്ചു. അതെടുത്ത് പരിശോധിച്ച ശേഷം SI മനോജിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ റൂമിൽ വെച്ച് തന്നെയാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാരണം കട്ടിലിൽ പിടിവലി നടന്നപ്പോഴാണ് ഈ പീസ് പൊട്ടിപ്പോയത്. SI മനോജ് ആ പെൺകുട്ടിയുടെ ബാഗ് പരിശോധിക്കും. അതിൽ നിന്നും ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കിട്ടില്ല. ഒരു പാക്കറ്റ് കോണ്ടം, കുറച്ച് പണവും മാത്രമേ കിട്ടത്തുള്ളൂ. കോണ്ടം പാക്കറ്റ് കണ്ടപ്പോൾ പെൺകുട്ടി സെക്സ് വർക്കർ ആണെന്നുള്ള നിഗമനത്തിൽ പോലീസുകാർ എത്തും. താഴെ എത്തിയ CI കുര്യനും SI മനോജും റിസപ്ഷനിസ്റ്റ് ശരത്തിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞു. ശരത്ത് അടുത്ത് നിന്ന ഒരു പയ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അഫ്സൽ എന്ന ഈ പയ്യനാണ് രാത്രി ലോഡ്ജ് നോക്കി നടത്തുന്നത്. രാവിലെ ഞാൻ വന്നാലുടൻ തന്നെ മോട്ടോർ ഓണാക്കും. ഈ ലോഡ്ജിൽ അധികം താമസക്കാർ ഇല്ലാത്തതിനാൽ ഒരു ദിവസം മുഴുവൻ ഒരു ടാങ്ക് വെള്ളം മതിയാകും. ഇന്ന് ഉച്ചയ്ക്ക് 1:30-യോടെയാണ് 30-35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളുടെ കൂടെ ആ കൊല്ലപ്പെട്ട പെൺകുട്ടി വന്നത്. 210-ാമത്തെ റൂം ഞാൻ അവർക്ക് കൊടുത്തു. അവർ മുകളിലേക്ക് പോയ ശേഷം ഞാൻ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഈ സമയങ്ങളിൽ പെൺകുട്ടിയുടെ കൂടെ വന്നയാൾ പലപ്പോഴായി പുറത്തേക്ക് പോയിട്ട് വരുന്നത് കണ്ടു. പോയിട്ട് വരുമ്പോഴൊക്കെ അയാൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് പോകുന്നത് ശ്രദ്ധിച്ചു. വൈകിട്ട് 5 മണി അടുപ്പിച്ചാണ് അയാൾ മാത്രം പുറത്തേക്ക് പോയത്. കോൺസ്റ്റബിൾ സുനിൽ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ വന്ന ആളുടെ അഡ്രസ് കിട്ടും. പക്ഷേ ID പ്രൂഫ് ഉണ്ടാകില്ല. ഈ കാര്യം SI മനോജിനോട് പറയും. സുനിലിന്റെയും മനോജിന്റെയും സംസാരം കേട്ട CI കുര്യൻ അഡ്രസ് പ്രൂഫ് വാങ്ങാതെയാണോ റൂം കൊടുത്തതെന്ന് ശരത്തിനോട് ചോദിക്കും. ഒഴിഞ്ഞ സ്ഥലത്തെ ലോഡ്ജ് ആയതിനാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ലോഡ്ജിലേക്ക് വരാറുള്ളൂ എന്നും ID പ്രൂഫ് വാങ്ങാൻ നിന്നാൽ ആരും വരില്ല എന്ന് ശരത്ത് പറഞ്ഞു. SI മനോജ് രജിസ്റ്റർ നോക്കി അഡ്രസ് വായിക്കും. ഷിജു, പാറയിൽ വീട്, നീണ്ടകര. കിട്ടിയ അഡ്രസ്സിൽ പോയി ഉടൻ തന്നെ ഷിജുവിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് CI കുര്യൻ അവിടെ നിന്നും ഇറങ്ങും. ഉടൻ തന്നെ പോലീസുകാർ അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ഷിജുവിനെ കണ്ടെത്താനായി നീണ്ടകരയാകെ പരിശോധിക്കും. അന്നേ ദിവസം രാത്രി തന്നെ SI മനോജും കോൺസ്റ്റബിൾ പ്രദീപും ചേർന്ന് കൊല്ലപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോയുമായി ചുറ്റുപാടുമുള്ള ഓട്ടോ സ്റ്റാൻഡ് ലക്ഷ്യമാക്കി ഇറങ്ങും. ഒരു ഓട്ടോ സ്റ്റാൻഡിലെത്തി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ഫോട്ടോയിലൂടെ പെൺകുട്ടിയെ തിരിച്ചറിയും. അയാൾ SI മനോജിനോട് പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ പേര് സ്വപ്ന, സെക്സ് വർക്കർ ആണ്. കല്ലൂരിനടുത്ത് ആണ് വീട്. ചിലപ്പോഴൊക്കെ എന്നെ ഓട്ടം വിളിച്ചിട്ടുണ്ട്. SI മനോജ് ആ ഓട്ടോ ഡ്രൈവറെയും കൂട്ടി കല്ലൂരിലേക്ക് പുറപ്പെടും. അതേസമയം നീണ്ടകരയിൽ പോലീസുകാർ സകലയിടത്തും പരിശോധിക്കും. അവിടെ തന്നെയുള്ള ചില ലോക്കൽ രാഷ്ട്രീയ നേതാക്കളോടും അന്വേഷിക്കും. എന്നാൽ ഈ പറയുന്ന അഡ്രസ്സിൽ ആരും ഇവിടെ ഇല്ല എന്ന് അവർ റിപ്ലൈ കൊടുക്കും. ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതനുസരിച്ച് അവിടത്തെ പോസ്റ്റ് മനയിൽ ചെന്ന് പോലീസുകാർ കണ്ട് അഡ്രസ് കാണിക്കും. അവരും ഇങ്ങനെ ഒരു അഡ്രസ് ഇവിടെ ഇല്ല എന്ന് തറപ്പിച്ചു പറയും. പോലീസുകാർക്ക് മനസ്സിലായി ഷിജു ലോഡ്ജിൽ കൊടുത്ത അഡ്രസ് ഫേക്കാണെന്ന്. SI മനോജും കല്ലൂരിലെത്തി
കൊല്ലപ്പെട്ട സ്വപ്നയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സ്വപ്ന ലതിക എന്ന സ്ത്രീക്കൊപ്പമാണ് താമസിക്കുന്നതെന്നും ലതികയും ഒരു സെക്സ് വർക്കർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കും. ലതികയ്ക്കും താൻ ഓട്ടം പോയിട്ടുള്ളതിനാൽ വീട് എവിടെയാണെന്ന് തനിക്കറിയാമെന്ന് ഓട്ടോ ഡ്രൈവർ എസ് ഐ മനോജിനോട് പറഞ്ഞു. ഓട്ടോ ഡ്രൈവർ പറഞ്ഞ അഡ്രസ്സിലേക്ക് എസ് ഐ മനോജും കോൺസ്റ്റബിൾ പ്രദീപും എത്തും. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലമായതിനാൽ എസ് ഐ മനോജ് സ്റ്റേഷനിൽ നിന്നും ഒരു ലേഡി കോൺസ്റ്റബിളിന് ലതികയുടെ വീടിന്റെ അഡ്രസ് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലതികയുടെ വീട്ടിലെത്തിയ അവർ ഡോറിൽ മുട്ടുമെങ്കിലും അവിടെ ലതിക ഉണ്ടാകില്ല. അവരുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ കുട്ടിയോട് ചോദിച്ചതിൽ നിന്നും കൊല്ലപ്പെട്ട സ്വപ്ന മുകളിലെ നിലയിലാണ് താമസമെന്നും സ്വപ്നയ്ക്കൊപ്പം ബിൻസി എന്ന മറ്റൊരു പെൺകുട്ടി കൂടെ താമസിക്കുന്നുണ്ടെന്നും മനസ്സിലാകും. സ്വപ്ന കൊല്ലപ്പെട്ട കാര്യം ആ കുഞ്ഞിനെ അറിയിക്കാതെ അവർ സ്വപ്നയുടെ റൂമിന്റെ താക്കോൽ ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും വാങ്ങി മുകളിലെത്തും. കോൺസ്റ്റബിൾ പ്രദീപ് റൂം തുറന്ന് പരിശോധിക്കുമെങ്കിലും സ്വപ്നയെക്കുറിച്ച് യാതൊരുവിധ ഡീറ്റെയിൽസും അവിടെ നിന്നും കിട്ടില്ല. പോലീസുകാർ പരിശോധിക്കുന്നതെല്ലാം കണ്ട് ഭയന്ന ലതികയുടെ മകൾ എസ് ഐ മനോജിനോട് തനിക്ക് തന്റെ അമ്മയെ ഒന്ന് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു. ആ കുഞ്ഞിന് ഭയമുണ്ടെന്ന് മനസ്സിലാക്കിയ മനോജ് വളരെ സ്നേഹത്തോടെ സ്കൂളിലെ വിശേഷങ്ങളും മറ്റും ചോദിച്ച് അവളെ സമാധാനപ്പെടുത്തിയ ശേഷം അമ്മയെ വിളിച്ചോളാൻ പറഞ്ഞ് വീട്ടിലേക്ക് അയക്കും. താഴെ റൂമിലെത്തിയ ശേഷം കുഞ്ഞ് അമ്മയെ ഫോൺ ചെയ്യും. പക്ഷേ ആരും ഫോൺ എടുക്കില്ല. അതേസമയം ലതികയെ ആരോ കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ലതിക കെട്ടിയിട്ടിരിക്കുന്ന ആളോട് പറഞ്ഞു, ഷിജു ഈ കെട്ടൊന്നഴിക്ക്, വീട്ടിൽ നിന്നാണ് കോള് വരുന്നത്, എനിക്ക് ആ കോള് അറ്റൻഡ് ചെയ്യണം. ലതിക പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ ജനലിന് പുറത്തേക്ക് നോക്കി ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ വെച്ച് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കും. രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് റിസപ്ഷനിസ്റ്റ് ശരത്ത് ഉറക്കത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നും കൊണ്ടാണ്. അതേസമയം കൊച്ചിയിലുള്ള സിറ്റി ഹോട്ടലിൽ ഇതാണ് ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനായ കരീം. ഹോട്ടലിലെ ലാൻഡ് ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതെ ഭയന്ന് ഫോണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കരീം. ഇത് ശ്രദ്ധിച്ച ഹോട്ടലിലെ ഒരു സ്റ്റാഫ് കോൾ അറ്റൻഡ് ചെയ്യും. ഫുഡ് പാഴ്സൽ എടുത്ത് വെക്കാൻ വേണ്ടി ആരോ വിളിച്ചതായിരുന്നു. കോള് കട്ടാക്കിയ ശേഷം ആ സ്റ്റാഫ് കരീമിനോട് പറഞ്ഞു, നിങ്ങൾ ഷിജുവിനെ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനിയും അവൻ ഫോൺ ചെയ്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. കരീം പറഞ്ഞു, നിനക്കവനെ അറിയാഞ്ഞിട്ടാണ്. അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, പ്രശ്നക്കാരനാണ്. അതേസമയം സ്വപ്നയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. എസ് ഐ മനോജ് ആ ലോഡ്ജിൽ താമസിക്കുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുമെങ്കിലും സ്വപ്നയെ പലരും കണ്ടിട്ടുള്ളതല്ലാതെ ഷിജുവിനെ ആരും കണ്ടിട്ടില്ല എന്ന് മനസ്സിലാകും. എസ് ഐയും കോൺസ്റ്റബിളും ലോഡ്ജിന് പുറത്തേക്ക് ഇറങ്ങി ശരത്ത് ചായ കുടിക്കാൻ ചെല്ലാറുള്ള ചായക്കടയിലെത്തി ലോഡ്ജിനെ കുറിച്ചും റിസപ്ഷനിസ്റ്റ് ശരത്തിനെ പറ്റിയും ചോദിക്കും. ചായക്കടക്കാരൻ ശരത്തിനെ പറ്റി മോശമായ അഭിപ്രായം പോലീസുകാരോട് പറയും. ഇത് കേട്ട പ്രദീപ് എസ് ഐയോട് പറഞ്ഞു, ശരത്തല്ലാതെ ഷിജുവിനെ ആ ലോഡ്ജിൽ വേറെ ആരും കണ്ടിട്ടില്ല. മിക്കവാറും ആ പെൺകുട്ടിയെ കൊന്നത് ശരത്ത് തന്നെയാകും. എന്നിട്ട് കള്ള അഡ്രസ് എഴുതി വെച്ചതാകാനാണ് സാധ്യത. എസ് ഐ മനോജ് ശരത്തിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. ശരത്തിന് സ്വപ്നയുടെ കൊലപാതകവുമായി എന്തേലും ബന്ധമുണ്ടോ എന്ന സംശയം തീർക്കാൻ വേണ്ടി എസ് ഐ പറഞ്ഞതനുസരിച്ച് പ്രദീപ് ഒരു പേപ്പർ ശരത്തിന് കൊടുത്തിട്ട് അവന്റെ അഡ്രസ് മലയാളത്തിൽ എഴുതാൻ പറയും. അവൻ അഡ്രസ് എഴുതിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കോൺസ്റ്റബിൾ പ്രദീപ് ലോഡ്ജിലെ രജിസ്റ്ററുമായി 2 ഹാൻഡ് റൈറ്റിംഗും സെയിം ആണോ എന്ന് ഒത്തുനോക്കും. എന്നാൽ രണ്ടും മാച്ച് അല്ല എന്ന് മനസ്സിലാക്കിയ പ്രദീപ് ആംഗ്യത്തിലൂടെ ഇവനല്ല കൊലപാതകി എന്ന് എസ് ഐ മനോജിനോട് പറയും. ഈ കൊലപാതകം ചെയ്തത് ശരത്തല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാകും. എസ് ഐ മനോജ് ശരത്തിനോട് പറഞ്ഞു, നിങ്ങളല്ലാതെ ഷിജുവിനെ ആ ലോഡ്ജിൽ വേറെ ആരും തന്നെ കണ്ടിട്ടില്ല. ഇനി ഷിജുവിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ശരത്ത് പറഞ്ഞു, കോങ്കണ്ണുള്ള മെലിഞ്ഞ ഒരാളാണ് ഷിജു. അയാളുടെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് കേട്ട എസ് ഐ മനോജ് ഇന്നലെ ഷിജുവും സ്വപ്നയും റൂം എടുക്കാൻ വന്നത് തൊട്ടുള്ള കാര്യങ്ങൾ ഒന്നും വിട്ടുപോകാതെ പറയാൻ പറഞ്ഞു. ശരത്ത് പറഞ്ഞു തുടങ്ങി, ഇന്നലെ 1:30 ആയപ്പോൾ അവർ റൂം എടുക്കാൻ വേണ്ടി വന്നു. ഷിജു ഒരു കറുത്ത ഷർട്ടും വെള്ള മുണ്ടുമാണ് ധരിച്ചിരുന്നത്. അഡ്രസ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അയാളുടെ കോങ്കണ്ണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. റൂമിന്റെ താക്കോല് വാങ്ങി അവർ സന്തോഷത്തോടെയാണ് മുകളിലേക്ക് പോയത്. കുറച്ചു കഴിഞ്ഞ് ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ മാത്രം പുറത്തേക്ക് പോയി. ഞാൻ കഴിച്ചു കഴിഞ്ഞ് പുറത്തുനിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കവറുമായി അയാൾ ഉള്ളിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് ഞാൻ TV ശരിയാക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമിൽ അയാൾ വീണ്ടും പുറത്തേക്ക് പോകുന്നത് കണ്ടു. TV ശരിയാകാതെ വന്നപ്പോൾ ഞാൻ റിസപ്ഷൻ ഡെസ്കിൽ വന്നിരുന്നു. ആ സമയത്ത് അയാൾ തിരിച്ച് മുകളിലേക്ക് പോകുന്നത് കണ്ടു. ഉച്ചഭക്ഷണം കഴിച്ച ക്ഷീണത്തിൽ ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം എസ് ഐ മനോജ് പ്രദീപിനോട് പറഞ്ഞു, ഇന്ന് തന്നെ ശരത്തിനെ കൊണ്ടുപോയി ഷിജുവിന്റെ രേഖാചിത്രം വരച്ചെടുക്കണം. അവിടെ നിന്നും പോകുന്നതിന് മുന്നേ ശരത്ത് എസ് ഐയോട് പറഞ്ഞു, ഷിജു ലോഡ്ജിലേക്ക് വരുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുന്നേ റൂം ഉണ്ടോ എന്ന് ചോദിച്ചും കൊണ്ട് ലോഡ്ജിലേക്ക് ഒരു കോൾ വന്നിരുന്നു.
ഉണ്ടെന്ന് പറഞ്ഞ ഉടൻ തന്നെ കോള് കട്ടാക്കുകയും ചെയ്തു. ഫോണിൽ കേട്ട ശബ്ദവും ഷിജുവിന്റെ ശബ്ദവും ഒന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കോൺസ്റ്റബിൾ പ്രദീപ് ശരത്തിനെ രേഖാചിത്രം വരയ്ക്കുന്ന ആളുടെ അടുത്തെത്തിക്കും. ശരത്ത് ഷിജുവിനെ കുറിച്ച് തനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ അയാളോട് പറഞ്ഞു കൊടുക്കും. അതേസമയം ലതിക തന്റെ മകൾ സ്കൂളിൽ പോയ ശേഷം സ്വപ്ന താമസിച്ചിരുന്ന റൂമിലേക്ക് ചെല്ലും. നിലവിൽ ബിൻസി മാത്രമേ അവിടെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം രാത്രി ഷിജു ലതികയുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ മുറിവുകളിൽ ബിൻസി ഓയിന്റ്മെന്റ് പുരട്ടി കൊടുക്കും. ലതിക സ്വപ്നയുടെ ബോഡി ഏറ്റുവാങ്ങി സംസ്കരിച്ച കാര്യം ബിൻസിയോട് പറയും. ഇത് കേട്ട ബിൻസി പറഞ്ഞു, സ്വപ്നയ്ക്ക് എന്താണ് പറ്റിയതെന്ന് നമുക്കറിയണം, കേസ് കൊടുക്കണം. ഇത് കേട്ട ലതിക തന്നെ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുള്ള കാര്യം ബിൻസിയോട് പറയും. SI മനോജും 2 പോലീസുകാരും ലോഡ്ജിലെ ടെലിഫോണിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ കച്ചേരിപ്പടിയിലെ ഒരു കോയിൻ ബൂത്തിൽ നിന്നാണ് കോൾ വന്നതെന്ന് മനസ്സിലാകും. പോലീസുകാർ കച്ചേരിപ്പടിയിലെത്തി ആ കോയിൻ ബൂത്തുള്ള കടയിൽ ഷിജുവിനെ കുറിച്ചും സ്വപ്നയുടെ ഫോട്ടോ കാണിച്ചും അന്വേഷിക്കും. കടയിൽ ഒരുപാട് പേർ വരുന്നത് കാരണം താൻ അവരെ കണ്ടിട്ടില്ല എന്ന് കടക്കാരൻ പറയും. കോൺസ്റ്റബിൾമാരായ സുനിലും വിനുവും സ്വപ്നയുടെ ഫോട്ടോ ചുറ്റുമുള്ള കടകളിൽ കാണിച്ച് അന്വേഷിക്കുമെങ്കിലും ഫലമുണ്ടാകില്ല. SI മനോജ് ആ കടയിൽ നിന്നും മുന്നിലേക്ക് നടക്കുമ്പോൾ അവിടെ പോലീസിന്റെ സർവൈലൻസ് ക്യാമറ കാണും. ഉടൻ തന്നെ മനോജ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ആ ക്യാമറ വർക്കിംഗ് ആണോ എന്ന് അന്വേഷിക്കും. ക്യാമറ വർക്കിംഗ് ആണെന്ന് കൺട്രോൾ റൂമിലെ പോലീസുകാരൻ പറഞ്ഞപ്പോൾ മനോജ് അവിടെ നിന്നും നടന്ന് ഷിജു ഫോൺ ചെയ്തു എന്ന് കരുതുന്ന കോയിൻ ബൂത്തിന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് തന്റെ മുഖം കാണാമോ എന്ന് പോലീസുകാരനോട് ചോദിച്ചു. ക്ലിയർ ആയിട്ട് മുഖം കാണാം എന്ന് പോലീസുകാരൻ മറുപടി പറഞ്ഞു. ഇത് കേട്ട SI മനോജ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കും 1:30ക്കും ഇടയിലുള്ള ക്യാമറ വിഷ്വൽസ് എടുത്ത് വെക്കാൻ പറഞ്ഞ് കോള് കട്ടാക്കും. ഉടൻ തന്നെ ഷിജുവിനെ ഐഡന്റിഫൈ ചെയ്ത് കേസ് തീർക്കാം എന്നുള്ള സന്തോഷത്തിൽ SI മനോജ് CA കുര്യനെ വിളിച്ച് കാര്യങ്ങൾ പറയും. കുര്യൻ ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് വരാമെന്ന് പറയും. SI മനോജും പോലീസുകാരും കൺട്രോൾ റൂമിൽ എത്തുമ്പോൾ CA അവിടെ ഉണ്ട്. പോലീസുകാർ CCTV വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ ഷിജുവും സ്വപ്നയും നടന്ന് കോയിൻ ബൂത്തിനടുത്തേക്ക് പോകുന്നത് വ്യക്തമായി കാണാം. ക്യാമറ അവരുടെ പിന്നിലായതിനാൽ അവരുടെ ബാക്കിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് ഉള്ളത്. ഷിജു ഫോൺ ചെയ്യുന്നത് പുറം തിരിഞ്ഞ് നിന്നായതിനാൽ അയാളുടെ മുഖം വ്യക്തമല്ല. CA കുര്യൻ പറഞ്ഞതനുസരിച്ച് ഷിജുവിന്റെ മുഖം കാണാനായി കൺട്രോൾ റൂമിലെ പോലീസുകാരൻ സൂം ചെയ്യും. പെട്ടെന്ന് വിഷ്വൽ മാറും. ഇത് കണ്ട CA പോലീസുകാരനോട് എന്താ പറ്റിയതെന്ന് ചോദിക്കും. അയാൾ പറഞ്ഞു, ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറ ആയതിനാൽ നിശ്ചിത സമയം കഴിയുമ്പോൾ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തിരിച്ച് അതേ ഭാഗത്തേക്ക് വരും. പോലീസുകാർ എല്ലാവരും ക്യാമറ തിരിഞ്ഞ് കോയിൻ ബൂത്തിന്റെ ഭാഗത്തേക്ക് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ ക്യാമറ കോയിൻ ബൂത്തിന്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു വരും. എന്നാൽ ആ സമയത്തിനുള്ളിൽ തന്നെ ഷിജുവും സ്വപ്നയും അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഇത് കണ്ട CA കുര്യൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. അതേസമയം ശരത്ത് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഷിജുവിന്റെ രേഖാചിത്രം തയ്യാറാക്കി ശരത്തിനെ തന്നെ കാണിച്ചപ്പോൾ ആ ചിത്രം ഷിജുവുമായി ഒരു ബന്ധവുമില്ല എന്ന് ശരത്ത് തന്നെ പറയും. ഇവിടെ വെച്ച് 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കും. 3ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ CA കുര്യന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റബിൾ പ്രദീപ് പറഞ്ഞു, നിലവിൽ ഷിജുവിനെ കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകാത്ത സ്ഥിതിക്ക് നമുക്ക് സ്വപ്നയെ പറ്റി അന്വേഷിക്കാം. ആ അന്വേഷണത്തിൽ എവിടെയെങ്കിലും വെച്ച് ഷിജുവിനെ കിട്ടും. ഇത് കേട്ട് SI മനോജ് പറഞ്ഞു, കൊല്ലപ്പെട്ട സ്വപ്നയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. സ്വപ്ന സെക്സ് വർക്കർ ആയതിനാൽ ഷിജു റാൻഡമായിട്ടായിരിക്കും അവരെ ചൂസ് ചെയ്തിട്ടുണ്ടാകുക. സ്വപ്നയുടെ മരണത്തിന് പിന്നിൽ എന്തേലും വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ കണ്ടെത്തലുകൾ പ്രകാരം സ്വപ്നയെ കൊന്നത് ഉറപ്പായും ഷിജു തന്നെയാണ്. റിസപ്ഷനിസ്റ്റ് ശരത്ത് പറഞ്ഞതനുസരിച്ച് സ്വപ്നയും ഷിജുവും വളരെ സന്തോഷത്തോടു കൂടിയാണ് റൂമിലേക്ക് പോയത്. റൂമിലെത്തിയതിനു ശേഷമാവണം കൊലപാതകത്തിന് കാരണമായ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ഇതെല്ലാം കേട്ടതിന് ശേഷം CA കുര്യൻ പറഞ്ഞു, ഷിജു ആദ്യമായിട്ടാകില്ല ഇമാതിരി കാര്യത്തിന് റൂം എടുത്തിട്ടുണ്ടാവുക. സെക്സ് വർക്കേഴ്സുമായി കണക്ഷൻ ഉള്ള ഒരാൾ ഉറപ്പായും ഇതിനു മുന്നേയും പല ലോഡ്ജുകളിലും മുറിയെടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ട് കൊച്ചിയിലുള്ള ഒറ്റപ്പെട്ടതും അല്ലാത്തതുമായ ലോക്കൽ ലോഡ്ജുകളിൽ റിസപ്ഷനിസ്റ്റ് ശരത്ത് പറഞ്ഞ അടയാളങ്ങളെല്ലാം വെച്ച് പരിശോധിക്കണം. അപ്പോഴേക്കും ഒരു ലേഡി കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ലതിക വന്ന കാര്യം SI മനോജിനോട് പറയും. SI മനോജ് ലതികയോട് സ്വപ്നയെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. സ്വപ്നയെ തനിക്ക് കുറച്ച് വർഷങ്ങളായി അറിയാമെന്നും എന്നാൽ അവളുടെ നാടോ വീടോ വീട്ടുകാരെയോ കുറിച്ച് ഒന്നും അറിയില്ല എന്നും ലതിക പറഞ്ഞു. ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ലതികയുടെ കഴുത്തിലെയും കൈയിലെയും മുറിവുകൾ SI മനോജ് ശ്രദ്ധിക്കും. കൊല്ലപ്പെട്ട സ്വപ്നയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത് പോലുള്ള ചതഞ്ഞ പാടുകൾ തന്നെയാണ് ലതികയുടെ കഴുത്തിലും കൈയിലും ഉള്ളതെന്ന് മനസ്സിലാക്കിയ SI മനോജ് എങ്ങനെയാണ് മുറിവുണ്ടായതെന്ന് ലതികയോട് ചോദിച്ചു. ലതിക ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമെങ്കിലും സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ
നിങ്ങൾക്ക് ഒരു ആപത്തും വരില്ല എന്നും ഇത് റെക്കോർഡിക്കലാക്കില്ല എന്നും SI മനോജ് ഉറപ്പു കൊടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം കൂട്ടിക്കൊണ്ടുപോയ ഒരാൾ ഷോൾ ഉപയോഗിച്ച് കട്ടിലിൽ കെട്ടിയിട്ട് ഉപദ്രവിച്ചതാണെന്ന് ലതിക മറുപടി കൊടുക്കും. തങ്ങൾ അന്വേഷിക്കുന്ന സ്വപ്നയുടെ കൊലപാതകയും ഇന്നലെ രാത്രി ലതികയെ കൂട്ടിക്കൊണ്ടുപോയ ആളും ഒന്നാണോ എന്ന് ഉറപ്പുവരുത്താൻ SI മനോജ് CCTV വിഷ്വലിൽ നിന്നും എടുത്ത ഷിജു നടന്നു പോകുന്ന ഒരു ഫോട്ടോ ലതികയെ കാണിക്കും. ലതിക ഫോട്ടോ നോക്കിയ ശേഷം ഏകദേശം ഈ ശരീരപ്രകൃതിയുള്ള ഒരാളാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യം സമ്മതിക്കും. കോങ്കണ്ണിന്റെ കാര്യം മനോജ് ചോദിക്കുമെങ്കിലും രാത്രി ആയതിനാൽ താനത് ശ്രദ്ധിച്ചില്ല എന്നും എന്നാൽ അയാളുടെ പേര് ഷിജു എന്നാണെന്നും അവർ പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ഷിജുവുമൊത്തു പോയ ലോഡ്ജിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട് പൊക്കോളാൻ SI മനോജ് ലതികയോട് പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ SIയും കോൺസ്റ്റബിൾമാരും ലതിക കഴിഞ്ഞ ദിവസം രാത്രി പോയ ലോഡ്ജിലെത്തും. ലോഡ്ജിലെ രജിസ്റ്റർ പരിശോധിക്കുമെങ്കിലും അതിൽ ലതികയുടെ അഡ്രസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് ലതികയ്ക്ക് കൊടുത്ത റൂം പോലീസുകാർക്ക് തുറന്നു കൊടുക്കും. എന്നാൽ ആ റൂം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. പോലീസുകാർ ആ റൂം മുഴുവനായി പരിശോധിക്കുമെങ്കിലും യാതൊന്നും അവിടെ നിന്നും കിട്ടില്ല. ലതികയുടെ കൂടെ ഉണ്ടായിരുന്ന ഷിജു സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്ന അതേ ജനാലയുടെ അടുത്ത് പോയി SI മനോജും സിഗരറ്റ് വലിക്കും. അപ്പോഴാണ് പുറത്ത് ആ ലോഡ്ജിലെ റൂമുകൾ വൃത്തിയാക്കിയ ചവറ് കൂട്ടിയിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചത്. മനോജ് മറ്റു പോലീസുകാരെ കൊണ്ട് ആ ചവറിലുണ്ടായിരുന്ന പേപ്പർ കഷ്ണങ്ങൾ ശേഖരിക്കും. ആ പേപ്പറുകൾ അതേ റൂമിൽ തന്നെ കൊണ്ടുവന്ന് കോൺസ്റ്റബിൾ സുനിലും വിനുവും പരിശോധിക്കുമ്പോൾ സുനിലിന് കുറച്ച് ബില്ലുകൾ കിട്ടും. അയാൾ അത് വിനു വഴി SI മനോജിന് കൊടുക്കും. SI ആ ബില്ലിലെ ഡേറ്റ് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു ബില്ല് ഈ ഇടയ്ക്ക് പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങിയതാണെന്ന് മനസ്സിലാകും. SIയും പോലീസുകാരും ആ ബില്ലിലെ അഡ്രസ്സായ കൊച്ചിയിലെ ബസാർ റോഡിലുള്ള മമ്മൂട്ടി സ്റ്റോഴ്സ് എന്ന കടയിലേക്ക് തിരിക്കും. കടയുടെ മുന്നിലെത്തിയ പോലീസ് ജീപ്പിൽ നിന്നും കോൺസ്റ്റബിൾ പ്രദീപും വിനുവും ഇറങ്ങി അവർക്ക് കിട്ടിയ ബില്ല് കടക്കാരനെ കാണിച്ച ശേഷം ഈ ബില്ലിലെ സാധനങ്ങൾ ആരാണ് വാങ്ങിയതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. ആ ബില്ല് വാങ്ങി പരിശോധിച്ച ശേഷം കടക്കാരൻ പറഞ്ഞു, ഇത് പറ്റ് ബില്ലാണ്, അതുകൊണ്ടാണ് എമൗണ്ട് റൗണ്ട് ചെയ്തിരിക്കുന്നത്. പറ്റ് ബുക്ക് തുറന്ന് ഡേറ്റ് വെച്ച് പരിശോധിച്ച ശേഷം കടക്കാരൻ പറഞ്ഞു, ഇത് ഇവിടെ യൂണിയനിൽ വർക്ക് ചെയ്യുന്ന ഷിജു വാങ്ങിയ സാധനങ്ങളുടെ ബില്ലാണ്. കടക്കാരനിൽ നിന്നും ഷിജുവിന്റെ വീട്ടഡ്രസ് മനസ്സിലാക്കി പോലീസുകാർ അങ്ങോട്ടേക്ക് തിരിക്കും. SI മനോജും പോലീസുകാരും ഷിജുവിന്റെ വീട്ടിലെത്തുമ്പോൾ അയാളുടെ ക്യാരിങ് ആയ ഭാര്യയും നടക്കാൻ തുടങ്ങിയ മൂത്ത കുഞ്ഞും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഷിജു കളക്ടറേറ്റിൽ ഒരു മാർച്ചിന് പോയിരിക്കുകയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാകും. SI മനോജ് വിശേഷങ്ങൾ ചോദിക്കുന്നതിന്റെ കൂടെ ഷിജുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വന്നതാണെന്ന് അവരോട് പറഞ്ഞ ശേഷം മെനിഞ്ഞാന്ന് രാത്രി ഷിജു വീട്ടിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കും. മെനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് ഒരു യൂണിയൻ മീറ്റിംഗിന് പോയിട്ട് ഇന്നലെ ഉച്ചയോടെയാണ് വീട്ടിൽ മടങ്ങി വന്നത് എന്ന് ഷിജുവിന്റെ ഭാര്യ പറഞ്ഞു. ഷിജുവിന് കോങ്കണ്ണുണ്ടോ എന്ന് SI മനോജ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവർ മറുപടി കൊടുക്കും. ആ വീട്ടിൽ നിന്നും ഷിജുവിന്റെ ഒരു പഴയ ഫോട്ടോയും വാങ്ങി പോലീസുകാർ ഇറങ്ങും. SI മനോജ് പ്രദീപിനോട് പറഞ്ഞു, ഈ ഫോട്ടോ റിസപ്ഷനിസ്റ്റ് ശരത്തിനെയും ലതികയും കാണിച്ച് ഇത് തന്നെയാണോ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സ്വപ്നയുടെ കൊലപാതകിയായ ഷിജു എന്ന് ഉറപ്പിക്കണം. SI മനോജും കോൺസ്റ്റബിൾ വിനുവും കളക്ടറേറ്റിന് മുന്നിൽ എത്തും. ആ മാർച്ചിനിടയിൽ അവർ ഷിജുവിനെ കണ്ടെത്തും. വിനു വന്ന് SI മനോജിനോട് സ്റ്റേഷനിൽ ബസ്സിൽ വെച്ചുള്ള ഒരു മാലമോഷണ കേസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയും. FIR ഇട്ട് കേസെടുത്ത് യാത്രക്കാരുടെ ഡീറ്റെയിൽസ് വാങ്ങി ബസ് വിട്ടയക്കാൻ മനോജ് മറുപടി കൊടുക്കും. അതേസമയം കോൺസ്റ്റബിൾ സുനിൽ ഷിജുവിന്റെ ഫോട്ടോയുമായി ലതികയെയും കോൺസ്റ്റബിൾ പ്രദീപ് റിസപ്ഷനിസ്റ്റ് ശരത്തിനെയും കാണാൻ ചെല്ലും. ലതിക ഫോട്ടോ നോക്കിയ ശേഷം കഴിഞ്ഞ ദിവസം തനിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ ഷിജു തന്നെയാണെന്ന് ഉറപ്പിക്കും. എന്നാൽ ശരത്ത് ഫോട്ടോ കണ്ടിട്ട് കോങ്കണ്ണില്ലാത്തതിനാൽ ഇത് ഷിജു ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു സംശയം പറയും. കോൺസ്റ്റബിൾ പ്രദീപ് ശരത്തിനെ വിരട്ടുമ്പോൾ ഭയന്ന് ഇത് തന്നെയാണ് ഷിജു എന്ന് അവനും സമ്മതിക്കും. കോൺസ്റ്റബിൾ പ്രദീപ് ലതികയും ശരത്തും ഷിജുവിനെ തിരിച്ചറിഞ്ഞു എന്ന് SI മനോജിനെ വിളിച്ചു പറയും. ഇത് കേട്ട ഉടൻ തന്നെ CI കുര്യനെ കാര്യങ്ങൾ അറിയിക്കാതെ SI മനോജ് പ്രകടനത്തിനിടയിൽ നിന്നും ഷിജുവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങും. എന്നാൽ ഷിജു ആ സമയത്ത് വെള്ളം കുടിക്കാനായി തൊട്ടടുത്തുള്ള കടയിലെത്തും. അവിടെ വെച്ച് SI മനോജും കോൺസ്റ്റബിൾ വിനുവും ചേർന്ന് ഷിജുവിനെ ജീപ്പിൽ ബലമായി കയറ്റിക്കൊണ്ടുപോകും. ഈ കാഴ്ച പ്രകടനത്തിന് വന്ന മറ്റു ചിലർ കാണുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഷിജുവിനോട് കാര്യങ്ങൾ ചോദിക്കുമെങ്കിലും അവൻ ചോദ്യം ചെയ്യലിന് സഹകരിക്കില്ല. കഴിഞ്ഞ ദിവസം ലതികയെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് അവൻ ഉത്തരം കൊടുക്കും. ഷിജു അവിടത്തെ ഒരു ലോക്കൽ നേതാവായതിനാൽ അതിന്റെ ധാർഷ്ട്യം അവൻ പോലീസുകാരോട് കാണിക്കും. ചോദ്യം ചെയ്യലിനോട് ഷിജു സഹകരിക്കില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. SI മനോജ് ആ റൂമിന് പുറത്തേക്കിറങ്ങും. അപ്പോൾ മാല പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചു നിർത്തിയ ബസ്സിലെ യാത്രക്കാർ ലേഡി കോൺസ്റ്റബിളിനോട് എത്രയും പെട്ടെന്ന് ബസ്സിലുണ്ടായിരുന്നവരുടെ പേരും അഡ്രസ്സും എഴുതിയെടുത്ത് ബസ് വിട്ടയക്കാൻ പറഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഷിജുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിനാൽ അയാളുടെ പാർട്ടിക്കാരെല്ലാം പുറത്ത് ഒത്തുകൂടുന്നത് ശ്രദ്ധിക്കും. ബഹളം വെക്കുന്ന പാർട്ടിക്കാരോട് മറുപടിയൊന്നും പറയാതെ
മനോജ് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലും. അങ്ങോട്ടേക്ക് ചെന്ന കോൺസ്റ്റബിൾ പ്രദീപിനോട് എത്രയും പെട്ടെന്ന് തന്നെ ഷിജുവിന്റെ ഫിംഗർ പ്രിന്റും ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റും മാച്ച് ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പത്രവുമായി CA കുര്യൻ സ്റ്റേഷനിലേക്ക് എത്തും. പാർട്ടിയിലെ ചില്ലർ CAയ്ക്ക് അടുത്തേക്ക് ചെന്നിട്ട് ഷിജുവിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കും. CA ഉടൻ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കയറും. CA കുര്യൻ SI മനോജിനെ വിളിച്ചിട്ട് തന്നോട് ചോദിക്കാതെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ചിൽ നിന്നും ഷിജുവിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കും. SI മനോജ് ലതിക പറഞ്ഞ കാര്യങ്ങളും ലോഡ്ജിൽ നിന്നും കിട്ടിയ ബില്ല് വഴി ഷിജുവിന്റെ വീട്ടിൽ പോയതും മെനിഞ്ഞാന്ന് അയാൾ വീട്ടിൽ ചെന്നിട്ടില്ല എന്നും ആ വീട്ടിൽ നിന്നും ഫോട്ടോ കളക്ട് ചെയ്ത് ആ ഫോട്ടോ റിസപ്ഷനിസ്റ്റ് ശരത്തും ലതികയും കണ്ട് തിരിച്ചറിഞ്ഞതും CAയോട് പറയും. ഇതെല്ലാം കേട്ട CA ദേഷ്യത്തോടെ കയ്യിലിരുന്ന പത്രം ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പറഞ്ഞു, മെനിഞ്ഞാന്ന് ഈ ഷിജു തിരുവനന്തപുരത്ത് മന്ത്രിക്കൊപ്പം യൂണിയൻ മീറ്റിംഗിലായിരുന്നു. അതിന്റെ ഫോട്ടോയാണ് ഈ പത്രത്തിൽ ഉള്ളത്. തിരുവനന്തപുരത്തുള്ള ഷിജു എങ്ങനെയാണ് കൊച്ചിയിലുള്ള സ്വപ്നയെ കൊല്ലുന്നത്? അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കോൺസ്റ്റബിൾ പ്രദീപ് കയറി വന്നിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫിംഗർ പ്രിന്റ് മാച്ച് ആയില്ല എന്നുള്ള കാര്യം പറയും. അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ SI മനോജിന് മനസ്സിലായി എടുത്തു ചാടി പ്രവർത്തിച്ചത് മണ്ടത്തരമായി എന്ന്. അയാൾ പുറത്തിറങ്ങി മാലമോഷണ കേസിലെ പ്രതി ഇരുന്ന ബെഞ്ചിൽ പോയിരിക്കും. ഈ സമയം കൊണ്ട് ബസ്സിലെ യാത്രക്കാരുടെ പേരും അഡ്രസ്സും പോലീസുകാരി എഴുതിയെടുത്ത് ബസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞയക്കും. എന്നാൽ സ്റ്റേഷന് പുറത്ത് പാർട്ടിക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. ഇത് കണ്ട കോൺസ്റ്റബിൾ പ്രദീപ് CA കുര്യന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഈ ഷിജു ലോഡ്ജിൽ വെച്ച് ലതികയെ ഉപദ്രവിച്ച കാര്യം ഇന്ന് രാവിലെ ലതിക SIയോട് പറഞ്ഞിരുന്നു. ആ കേസിലാണ് ഷിജുവിനെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പുറത്ത് കൂടി നിൽക്കുന്ന പാർട്ടിക്കാർ പിരിഞ്ഞു പൊക്കോളും. ഇത് കേട്ട CA പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ലതികയുടെ കയ്യിൽ നിന്നും ഒരു റിട്ടൺ കംപ്ലൈന്റ് എഴുതി വാങ്ങണം. കോൺസ്റ്റബിൾ പ്രദീപും സുനിലും ലതിക ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി നടന്ന കാര്യങ്ങൾ ലതികയോട് പറയും. SIക്ക് സസ്പെൻഷൻ കിട്ടാതിരിക്കാൻ കഴിഞ്ഞ ദിവസം രാത്രി ഷിജു ഉപദ്രവിച്ചത് ഒരു പരാതിയായി എഴുതി തരണമെന്ന് ലതികയോട് അവർ പറയും. ഷിജു ലോക്കൽ നേതാവായതിനാൽ പരാതിപ്പെട്ടാൽ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ലതിക പരാതി കൊടുക്കാൻ സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറും. എന്നാൽ കോൺസ്റ്റബിൾ പ്രദീപ് ലതികയെ വിരട്ടി സമ്മതിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് പരാതി എഴുതി ഒപ്പിട്ട് വാങ്ങും. CA കുര്യൻ ആ പരാതി പേപ്പറുമായി പുറത്ത് ബഹളം വെച്ചുകൊണ്ട് നിന്ന പാർട്ടിക്കാരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ലതിക എന്ന സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിലാണ് ഷിജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ബഹളം വെച്ചാൽ എല്ലാവരെയും പിടിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞ് വിരട്ടിയപ്പോൾ എല്ലാവരും പിരിഞ്ഞുപോയി. അന്നേ ദിവസം രാത്രി കോൺസ്റ്റബിൾ വിനു ബസ്സിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു അഡ്രസ് അയാളുടെ ശ്രദ്ധയിൽപ്പെടും. ഷിജു, പാറയിൽ വീട്, നീണ്ടകര. ബസ്സിൽ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ തങ്ങൾ അന്വേഷിക്കുന്ന സ്വപ്നയുടെ കൊലപാതകിയായ ഷിജുവും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ വിനു ആ ഡീറ്റെയിൽസുമായി SI മനോജിന്റെ ക്യാബിനിലേക്ക് ഓടും. അതേസമയം എറണാകുളത്തേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഷിജു മുന്നിലെ സീറ്റിലേക്ക് ചാരിയിരുന്ന് മയങ്ങുകയാണ്. ബസ് ഒന്ന് ഉലഞ്ഞപ്പോൾ അവൻ കണ്ണു തുറന്നു. റിസപ്ഷനിസ്റ്റ് ശരത്ത് പറഞ്ഞതുപോലെ ഷിജുവിന് കോങ്കണ്ണുണ്ട്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും. 4ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ റെയിൽവേ പാളത്തിനോട് ചേർന്നുള്ള ഒരു ലോഡ്ജിൽ ഒരാൾ കുളിച്ച് മുടി ചീകി ഡ്രസ്സ് ചെയ്ത് റൂം പൂട്ടി ഒരു കവറുമായി ലോഡ്ജിന് താഴേക്ക് ഇറങ്ങി താക്കോൽ റിസപ്ഷനിൽ ഏൽപ്പിച്ച് റിസപ്ഷനിസ്റ്റിനോട് ഒരു ബയ്യം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. റിസപ്ഷനിസ്റ്റ് രജിസ്റ്റർ എടുത്ത് ഷിജു, പാറയിൽ വീട്, നീണ്ടകര എന്ന അഡ്രസ്സിന് നേരെ ഔട്ട് എന്ന കോളത്തിൽ ടിക്ക് ചെയ്തു. അതേസമയം കൊച്ചിയിൽ SP ഓഫീസിൽ മീറ്റിംഗ് നടക്കുന്നു. സ്വപ്നയുടെ കൊലപാതകത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ CA കുര്യനും SI മനോജും ഡീറ്റെയിൽ ആയി ACPയെ അറിയിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡീറ്റെയിൽസ് എടുത്ത് പറഞ്ഞയച്ച എറണാകുളത്തേക്കുള്ള ബസിന്റെ പിന്നാലെ തങ്ങൾ ചെന്നെങ്കിലും ആ ബസ് സ്റ്റാൻഡിൽ എത്തിയതിനാൽ ഷിജു എവിടെയാണ് ഇറങ്ങിയത് എന്ന് ഒരു പിടിയും കിട്ടിയില്ല എന്ന് കുര്യൻ പറഞ്ഞു. ഇത് കേട്ട ACP ചോദിച്ചു, ലോഡ്ജിൽ കൊടുത്ത സെയിം ഫേക്ക് അഡ്രസ് എന്ത് ധൈര്യത്തിലായിരിക്കും അവൻ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും കൊടുത്തത്? ഏതെങ്കിലും പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എങ്കിൽ അവൻ പിടിക്കപ്പെട്ടില്ലായിരുന്നോ? ഇത് കേട്ട SI മനോജ് പറഞ്ഞു, മിക്കവാറും സ്വപ്ന മരണപ്പെട്ടത് അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ബോധം പോയെന്ന് മാത്രമേ കരുതിയിട്ടുണ്ടാകത്തുള്ളൂ. അല്ല എങ്കിൽ അയാൾ ഒന്നിനെയും പേടിക്കാത്ത ഒരു സൈക്കോ ആയിരിക്കണം. അതേസമയം കോൺസ്റ്റബിൾ സുനിലും വിനുവും ആ നാട്ടിലെ ലോഡ്ജുകൾ കയറിയിറങ്ങി രജിസ്റ്റർ ബുക്ക് പരിശോധിക്കും. പല ലോഡ്ജുകളിൽ നിന്നും ഷിജു, പാറയിൽ വീട്, നീണ്ടകര എന്ന ഫേക്ക് അഡ്രസ് മാത്രം കിട്ടും. അല്ലാതെ ഷിജുവിനെ പറ്റിയുള്ള യാതൊരു ഡീറ്റെയിൽസും അവർക്ക് കിട്ടില്ല. സിറ്റി ഹോട്ടലിലെ കരീമിന്റെ ഭയം കൂടിക്കൂടി വന്നു. ഒരു നിഴൽ കണ്ടാൽ പോലും അയാൾ ഷിജു ആണെന്ന് കരുതി ഭയപ്പെടാൻ തുടങ്ങി. കരീം തന്റെ കൂടെയുള്ള സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും ഷിജുവിനെതിരെ പരാതി കൊടുക്കാൻ
കൊടുക്കാൻ തീരുമാനിച്ചു. അതെന്തായാലും നന്നായി എന്നും നിങ്ങൾക്കറിയാവുന്ന ഷിജുവിന്റെ ഫോൺ നമ്പരും അഡ്രസ്സും വെച്ച് പോലീസിൽ ഒരു പരാതി കൊടുക്കാൻ സ്റ്റാഫും പറഞ്ഞു. കരീം തനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഒരു പരാതി എഴുതി തയ്യാറാക്കും. അപ്പോഴേക്കും ലോഡ്ജുകൾ കയറി ഇറങ്ങി ക്ഷീണിച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങാനായിട്ട് കോൺസ്റ്റബിൾ സുനിലും വിനുവും കരീമിന്റെ ഹോട്ടലിൽ കയറും. പോലീസുകാർക്ക് വെള്ളം കൊടുത്ത് അവർ അത് അവിടെ നിന്നും കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഷിജുവിനെതിരെയുള്ള പരാതിയുടെ കാര്യം കരീമിന് ഓർമ്മ വന്നു. അയാൾ ഉടൻ തന്നെ എഴുതിയ പരാതി പുറത്തെടുത്ത ശേഷം കോൺസ്റ്റബിൾ സുനിലിനോട് പറഞ്ഞു, എന്നെ ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് വെച്ച് അയാൾക്കെതിരെ എഴുതിയ പരാതിയാണിത്. സുനിൽ ആ പരാതി വാങ്ങിക്കുമെങ്കിലും അത് വായിച്ചു നോക്കാതെ സൗമ്യമായി കരീമിനോട് പറഞ്ഞു, ഞങ്ങൾ നോർത്ത് സ്റ്റേഷനിലെ പോലീസുകാരാണ്. ഈ ഏരിയ വരുന്നത് ഇടപ്പള്ളി സ്റ്റേഷന്റെ പരിധിയിലാണ്. അതിനാൽ താങ്കൾ ഈ പരാതി കൊടുക്കേണ്ടത് ഇടപ്പള്ളി സ്റ്റേഷനിലാണ്. ഇത്രയും പറഞ്ഞ് കരീം എഴുതിയ പരാതി തിരിച്ചു കൊടുത്ത ശേഷം അവർ അവിടെ നിന്ന് പോകും. അതേസമയം എസ്.ഐ. മനോജും കോൺസ്റ്റബിൾ പ്രദീപും മറ്റ് ചില ലോഡ്ജുകളിലെ രജിസ്റ്റർ പരിശോധിക്കും. അങ്ങനെ ഒരു ലോഡ്ജിൽ പരിശോധന നടത്തിയപ്പോൾ രജിസ്റ്ററിൽ ഷിജു പാറയിൽ വീട് നീണ്ടകര എന്ന അഡ്രസ് കണ്ട് എസ്.ഐ. മനോജ് പഴയ രജിസ്റ്ററുകൾ കൂടി പരിശോധിക്കും. അതിൽ പലതിലും ഷിജുവിന്റെ അഡ്രസ് ഉണ്ട്. ഇതേപ്പറ്റി ആ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചപ്പോൾ താൻ ജോയിൻ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് റിസപ്ഷനിസ്റ്റ് ഉത്തരം പറയും. കുറച്ച് പഴയ ഒരു രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഷിജുവിന്റെ ഫേക്ക് അഡ്രസ്സിന്റെ കൂടെ ഒരു ഫോൺ നമ്പർ എഴുതിയിരിക്കുന്ന കാര്യം മനോജ് ശ്രദ്ധിക്കും. ആ നമ്പർ മനോജ് ഫോട്ടോ എടുത്ത ശേഷം പ്രദീപിനോട് പറഞ്ഞു, ഒരുപക്ഷെ ഈ നമ്പറും ഫേക്ക് ആയിരിക്കാം. എന്നിരുന്നാലും ഇതിന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തു നോക്കാം. എസ്.ഐയും പോലീസുകാരും ലോഡ്ജിൽ നിന്നും കിട്ടിയ നമ്പറിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കാനായി പോകുന്ന വഴിക്ക് മനോജിന്റെ അമ്മായിയപ്പൻ ഇന്ത്യൻ കോഫി ഹൌസിൽ വെയിറ്റ് ചെയ്യുന്ന കാരണത്താൽ അദ്ദേഹത്തെ കാണാൻ മനോജ് ഇറങ്ങും. അമ്മായിയപ്പനും കോങ്കണ്ണുണ്ട്. അവർ തമ്മിൽ വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് പിരിയുന്നതിന് തൊട്ടു മുന്നേ മനോജ് ചോദിച്ചു, താങ്കളുടെ കണ്ണ് ഇങ്ങനെ ആയതിനാൽ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ മറ്റു കുട്ടികൾ കളിയാക്കുമായിരുന്നു. അന്ന് വീട്ടുകാരും കൂട്ടുകാരും സപ്പോർട്ട് ആയതിനാൽ തനിക്കിത് വലിയ വിഷമമായി തോന്നിയിട്ടില്ല എന്നും എന്നാൽ മറ്റുള്ള ചിലരുടെ കാര്യത്തിൽ അങ്ങനെ അല്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തു തന്നെ ആയാലും തനിക്കിതൊരു ഗുണമായിട്ടേ തോന്നിയിട്ടുള്ളൂ എന്നും എന്തെന്നാൽ തന്നെ ഒരിക്കൽ ഒരാൾ പരിചയപ്പെട്ടാൽ കണ്ണിങ്ങനെ ആയതിനാൽ അവർ ഒരിക്കലും മറക്കില്ല എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എസ്.ഐ. മനോജ് ഉറപ്പിച്ചു, റിസപ്ഷനിസ്റ്റ് ശരത്ത് പറഞ്ഞത് പ്രകാരം തങ്ങൾ അന്വേഷിക്കുന്ന സ്വപ്നയുടെ കൊലപാതകി ഷിജുവിന് കോങ്കണ്ണുണ്ട്. മനോജ് ലോഡ്ജിൽ നിന്നും കിട്ടിയ നമ്പറിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കും. അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഈ നമ്പറിൽ ഇൻകമിംഗ് ഔട്ട് ഗോയിങ്ങും ആയിട്ട് കുറച്ച് കോളുകളെ ഉണ്ടായിട്ടുള്ളൂ. നിലവിൽ അതിൽ മിക്ക നമ്പറുകളും ആക്റ്റീവുമല്ല. എന്നാൽ 2 നമ്പറുകൾ ഇപ്പോഴും ആക്റ്റീവാണ്. മനോജ് ആ 2 നമ്പറുകളുടെയും ഡീറ്റെയിൽസ് ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് വാങ്ങി എസ്.ഐ. മനോജും കോൺസ്റ്റബിൾ പ്രദീപും ആദ്യ നമ്പറിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനായിട്ടും കോൺസ്റ്റബിൾ സുനിലും വിനുവും രണ്ടാമത്തെ നമ്പറിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനായിട്ടും തിരിക്കും. എസ്.ഐ. മനോജും പ്രദീപും ആദ്യ നമ്പറിന്റെ ഉടമയെ അന്വേഷിച്ച് എത്തുന്നത് ഒരു ഡാൻസ് സ്കൂളിലാണ്. അവിടുത്തെ ഒരു ഡാൻസ് ടീച്ചറുടേതാണ് ആ നമ്പർ. ടീച്ചറിനോട് ഷിജുവിനെ പറ്റി മനോജ് ചോദിക്കും. ടീച്ചർ പറഞ്ഞു, ഞാൻ നേരത്തെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഫോർട്ട് കൊച്ചിക്കടുത്തുള്ള ഒരു ഡാൻസ് സ്കൂളിലായിരുന്നു. അതിനടുത്തുള്ള ഹോട്ടലായ അമീറയിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിരുന്നത്. ആ കടയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഷിജു. എന്തൊക്കെ ആഹാരം വേണമെന്ന് ഷിജുവിനെയാണ് വിളിച്ച് പറയാറുള്ളത്. ഷിജുവിനെ പറ്റി വേറെ എന്തെങ്കിലും അറിയാമോ എന്ന് മനോജ് ചോദിച്ചപ്പോൾ അയാൾക്കൊരു കോങ്കണ്ണുള്ള കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് ടീച്ചർ പറഞ്ഞു. അതേസമയം കോൺസ്റ്റബിൾ സുനിലും വിനുവും രണ്ടാമത്തെ ഫോൺ നമ്പറിന്റെ ഉടമയായ ജേക്കബിന്റെ അടുത്തെത്തും. ജേക്കബ് ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. സുനിൽ ഷിജുവിന്റെ കാര്യം ജേക്കബിനോട് ചോദിച്ചപ്പോൾ താൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി ഒരുപാട് ഫോൺ നമ്പർ തരാറുണ്ടെന്നും ആ നമ്പറുകളിലെല്ലാം വിളിച്ച് ക്യാൻവാസ് ചെയ്യാറുണ്ടെന്നും ജേക്കബ് പറഞ്ഞു. ഒരു നമ്പറിലേക്ക് തന്നെ പല ദിവസങ്ങളായി പല തവണ വിളിക്കാറുണ്ടെന്നും അങ്ങനെയാവും നിങ്ങൾ കൊണ്ടുവന്ന ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടാകുക എന്നും ജേക്കബ് കൂട്ടിച്ചേർത്തു. ജേക്കബിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കോൺസ്റ്റബിൾ സുനിൽ എസ്.ഐ. മനോജിനെ വിളിച്ച് പറഞ്ഞപ്പോൾ മനോജ് ഫോർട്ട് കൊച്ചിക്കടുത്തുള്ള അമീറ ഹോട്ടലിലേക്ക് എത്താൻ 2 കോൺസ്റ്റബിൾമാരോടും പറയും. എസ്.ഐ. മനോജും പോലീസുകാരും ഫോർട്ട് കൊച്ചിയിലെ അമീറ ഹോട്ടലിലെത്തി ഷിജുവിനെ ഷിജുവിനെ കുറിച്ച് ചോദിക്കും. ഷിജു 2008 ജോലി ചെയ്തിരുന്നതെന്നും ഷിജുവിന്റെ ഫോൺ നമ്പർ തന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഹോട്ടൽ ഉടമ ഒരു നമ്പർ എസ്.ഐക്ക് കൊടുക്കും. കോൺസ്റ്റബിൾ പ്രദീപ് ലോഡ്ജിൽ നിന്ന് കിട്ടിയ ഷിജുവിന്റെ നമ്പരുമായി ഒത്തുനോക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് മനസ്സിലാകും. എങ്ങനെയാണ് ഷിജു ഇവിടെ ജോലിക്ക് വന്നതെന്നുള്ള കാര്യം മനോജ് ഹോട്ടൽ ഉടമയോട് ചോദിക്കും. ഹോട്ടൽ സ്റ്റാഫുകളെ സപ്ലൈ ചെയ്യുന്ന
അഷറഫ് എന്നുള്ള ഒരാളാണ് ഷിജുവിനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ അഷറഫിന്റെ ഫോൺ നമ്പറും വാങ്ങി SI മനോജും പോലീസുകാരും അവിടെ നിന്നും പോകും. പോലീസുകാർ അഷറഫിന്റെ അടുത്തെത്തി ഷിജുവിനെ പറ്റി ചോദിക്കും. അമീറ ഹോട്ടലിൽ ഷിജുവിനെ ജോലിക്ക് അയക്കുന്നതിന് മുന്നേ മട്ടാഞ്ചേരിയിലും MG റോഡിലുമുള്ള 2 ഹോട്ടലുകളിൽ ജോലിക്ക് അയച്ചിട്ടുണ്ടെന്നും നിലവിൽ ഷിജുവുമായി ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നും അഷറഫ് പറഞ്ഞു. ആരോട് അന്വേഷിച്ചാൽ ഷിജുവിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുമെന്ന് അഷറഫിനോട് SI മനോജ് ചോദിച്ചപ്പോൾ അവന്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഏലൂർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ മതിയെന്ന് അഷറഫ് മറുപടി പറഞ്ഞു. കാരണം തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഏലൂരിൽ ഒരു ഉത്സവത്തിന് പോയപ്പോൾ അവിടെ ചിലരുമായി ഒരു ചെറിയ തല്ലുണ്ടായ സമയത്ത് തങ്ങളെ 3 പേരെയും ഏലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നും തങ്ങൾ 3 പേരുടെയും ഫുൾ അഡ്രസ് എഴുതി വാങ്ങി ആ കേസ് ഒത്തുതീർപ്പായെന്നും അഷറഫ് കൂട്ടിച്ചേർത്തു. SI മനോജ് CI കുര്യനെ കാര്യങ്ങൾ അറിയിച്ച ശേഷം കുര്യൻ ഉൾപ്പെടെ ടീമിലെ എല്ലാ പോലീസുകാരും ഏലൂർ പോലീസ് സ്റ്റേഷനിലെത്തും. CI കുര്യൻ ഉൾപ്പെടെ വന്നതിനാൽ ഏലൂർ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും പഴയ ഫയലുകളെല്ലാം പരിശോധിക്കും. കുറച്ചധികം നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഷിജുവിന്റെ ഡീറ്റെയിൽസ് അവർ കണ്ടെത്തും. എന്നാൽ അവിടെയും ഷിജു ഫേക്ക് അഡ്രസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഷിജു പാറയിൽ വീട് നീണ്ടകര. ഇത് കണ്ട് CI കുര്യൻ ദേഷ്യപ്പെട്ട് പുറത്തേക്കിറങ്ങും. ഇവിടെ വെച്ച് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കും. 5ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സ്വപ്നയുടെ കൊലപാതകം നടന്നതിന് ശേഷമുള്ള 5ാമത്തെ ദിവസം നല്ല മഴ. കഴിഞ്ഞ ദിവസം കോൺസ്റ്റബിൾ സുനിൽ പറഞ്ഞത് പ്രകാരം രാവിലെ തന്നെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയ സിറ്റി ഹോട്ടലിന്റെ ഓണറായ കരീം അവിടത്തെ SIയോട് പറഞ്ഞു, എന്നെ ഷിജു എന്നൊരാൾ കൊല്ലുമെന്ന് പറഞ്ഞ് നിരന്തരം ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. ഷിജുവിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് SI ചോദിച്ചപ്പോൾ കരീം കയ്യിൽ കരുതിയിരുന്ന ഷിജുവിന്റെ ഇലക്ഷൻ ഐഡിയുടെ കോപ്പിയിൽ നിന്നും അഡ്രസ് വായിച്ചു കൊടുക്കും. ഷിജു ചോലയിൽ വീട് വെഞ്ഞാറമൂട് തിരുവനന്തപുരം. അതേസമയം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ SI മനോജിന്റെ അടുത്തേക്ക് കോൺസ്റ്റബിൾ സുനിൽ സെയ്നു എന്നയാളെ കൂട്ടിക്കൊണ്ടുവരും. 2008 ഏലൂർ ഉത്സവത്തിന് പോയി തല്ലുണ്ടാക്കിയതിൽ അഷറഫിനും ഷിജുവിനുമൊപ്പം ഉണ്ടായിരുന്ന 3ാമനാണ് സെയ്നു. ഷിജുവിനെ കുറിച്ച് എന്തേലും അറിയാമോ എന്ന് മനോജ് സെയ്നുവിനോട് ചോദിച്ചപ്പോൾ ആരോടും അധികം സംസാരിക്കാത്ത ഒരു പ്രത്യേക സ്വഭാവക്കാരനായ പാവമാണ് ഷിജു എന്നും ഉടൻ തന്നെ തന്നെക്കാൾ പ്രായത്തിന് അല്പം മൂത്ത ഒരു പെൺകുട്ടിയുമായി വിവാഹമുണ്ടാകുമെന്ന് ഷിജു പറഞ്ഞിരുന്നതായി സെയ്നു അറിയിക്കും. അവസാനം നിങ്ങൾ എന്നാണ് തമ്മിൽ കണ്ടതെന്ന് SI ചോദിച്ചപ്പോൾ 1 മാസം മുന്നേ ഇടപ്പള്ളിയിൽ ഷിജു നടത്തുന്ന ഒരു തട്ടുകടയ്ക്ക് മുന്നിൽ വെച്ചാണെന്ന് സെയ്നു മറുപടി കൊടുക്കും. SI മനോജ് സെയ്നുവിനെയും പോലീസുകാരെയും കൂട്ടി ഷിജു നടത്തുന്ന തട്ടുകടയുടെ മുന്നിലെത്തി. പോലീസുകാർ ആ കട പരിശോധിക്കുമെങ്കിലും ഷിജുവിനെ പറ്റി യാതൊന്നും തന്നെ അവിടെ നിന്നും കിട്ടില്ല. അതിനാൽ SI മനോജ് തൊട്ടടുത്ത് കണ്ട ഒരു പെട്ടിക്കടയിൽ പോയി ആ തട്ടുകടയെക്കുറിച്ചും ഷിജുവിനെ പറ്റിയും ചോദിക്കും. ആ കട രാത്രിയാണ് തുറക്കുന്നതെന്നും താൻ രാവിലെ തുറക്കുന്നതിനാൽ കട നടത്തുന്നത് ആരാണെന്ന് അറിയില്ല എന്നും പെട്ടിക്കടക്കാരൻ SIയോട് പറഞ്ഞു. എന്നാൽ ആ ഉന്തുവണ്ടി തട്ടുകടകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ദേവസ്യ എന്ന ആളുടേതാണെന്ന് കൂടെ പെട്ടിക്കടക്കാരൻ കൂട്ടിച്ചേർക്കും. അയാളിൽ നിന്നും ദേവസ്യയുടെ ഡീറ്റെയിൽസ് വാങ്ങി പോലീസുകാർ അവിടെ നിന്ന് പോകും. SI മനോജും പോലീസുകാരും ദേവസ്യയുടെ അടുത്തെത്തി ഷിജുവിനെ പറ്റി ചോദിക്കും. 1 മാസത്തോളമായി ഷിജുവിനെ കാണുന്നില്ല എന്നും അതിനാൽ തന്നെ തട്ടിന്റെ വാടകയും കിട്ടിയിട്ടില്ല എന്നും ദേവസ്യ SIയോട് പറയും. ഷിജുവിനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റുമെന്ന് ദേവസ്യയോട് ചോദിക്കുമെങ്കിലും അയാൾക്കും ഷിജു ആരാണെന്നോ എവിടെയാണ് താമസമെന്നോ ഒന്നും അറിയില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാകും. എങ്ങനെയാണ് ഷിജുവിനെ പരിചയം എന്ന് SI ചോദിച്ചപ്പോൾ ഷിജു എറണാകുളത്ത് സ്റ്റാർ എന്ന ഹോട്ടലിൽ സപ്ലയറായി വർക്ക് ചെയ്തിരുന്നപ്പോൾ കണ്ടുള്ള പരിചയമാണെന്ന് ദേവസ്യ പറഞ്ഞു. SI മനോജും പോലീസുകാരും എറണാകുളത്തെ സ്റ്റാർ ഹോട്ടൽ അന്വേഷിച്ച് നടക്കുമെങ്കിലും ഓണർ മരിച്ചതോടുകൂടി ആ ഹോട്ടൽ പൂട്ടിയിട്ട് 2 വർഷത്തോളമായെന്ന് മനസ്സിലാകും. കുറച്ചു നേരത്തെ തിരച്ചിലിന് ശേഷം സ്റ്റാർ ഹോട്ടൽ നടത്തിയ ഉടമയുടെ മകൻ നടത്തുന്ന ഫോട്ടോസ്റ്റേറ്റ് കടയിൽ പോലീസുകാർ എത്തും. പണ്ട് നിങ്ങളുടെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഷിജു എന്ന ആളെ അറിയാമോ എന്ന് ഫോട്ടോസ്റ്റേറ്റ് കടക്കാരനോട് SI മനോജ് ചോദിച്ചപ്പോൾ 2000-ലാണ് ഷിജു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നതെന്നും തിരുവനന്തപുരത്തുകാരനായ ഷിജുവിനെ അയാളുടെ ചേട്ടനാണ് തങ്ങൾക്കൊപ്പം കൊണ്ടുവിട്ടതെന്നും 6-7 വർഷം തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നും കടക്കാരൻ പറഞ്ഞു. SI മനോജിന് മനസ്സിലായി തങ്ങൾ അന്വേഷിക്കുന്ന സ്വപ്നയുടെ കൊലപാതകി ഷിജുവിന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണെന്നും ഷിജുവിന്റെ അഡ്രസ് കിട്ടാൻ എന്തേലും വഴിയുണ്ടോ എന്ന് SI ചോദിച്ചപ്പോൾ ഹോട്ടൽ നിർത്തിയപ്പോൾ ഉള്ള എല്ലാ സാധനങ്ങളും വീടിനടുത്തുള്ള ഒരു ഗോഡൌണിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ അതെല്ലാം പരിശോധിക്കാമെന്നും കടക്കാരൻ പറഞ്ഞു. ആ ഗോഡൌൺ മാത്രമായി ഒഴിവാക്കണ്ട എന്നും അവിടെ കൂടി പരിശോധിക്കാൻ SI മനോജ് മറ്റ് പോലീസുകാരോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകും. പോലീസുകാർ ഗോഡൌണിലെത്തി പരിശോധന നടത്തും. കുറച്ചധികം നേരത്തെ പരിശോധനയ്ക്ക് ശേഷം അവിടെ നിന്നും ഷിജുവിന്റെ അഡ്രസ് അവർ കണ്ടെത്തും. ഷിജു ചോലയിൽ വീട് വെഞ്ഞാറമൂട് തിരുവനന്തപുരം. വളരെയധികം സന്തോഷത്തിലായ പോലീസുകാർ അഡ്രസ് കിട്ടിയ കാര്യം SI മനോജിനെ വിളിച്ചു പറയും.
പറയും. എടുത്തു ചാടി ഒന്ന് രണ്ട് അബദ്ധം പറ്റിയതിനാൽ SI മനോജ് അങ്ങനെ ഒരു അഡ്രസ് ഉണ്ടോ എന്ന് തിരുവനന്തപുരം സ്റ്റേഷനിൽ വിളിച്ചു ഉറപ്പിക്കും. അങ്ങനെ ഒരു അഡ്രസ് ഉണ്ടെന്ന് തിരുവനന്തപുരത്ത് നിന്നും റിപ്ലൈ കിട്ടിയതിനു ശേഷം SI മനോജ് CI കുര്യനെ വിളിച്ച് കാര്യങ്ങൾ പറയും. കുര്യൻ പറഞ്ഞത് പ്രകാരം മനോജും മറ്റു പോലീസുകാരും തിരുവനന്തപുരം വെഞ്ഞാറമൂടിലേക്ക് ഷിജുവിനെ പിടിക്കാനായി പുറപ്പെടും. അതേസമയം വെഞ്ഞാറമൂടിൽ ഒരാൾ മുടി ചീകി വൃത്തിയായി ഡ്രസ്സ് ചെയ്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അയാളുടെ വീടിന്റെ സൈഡിലൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. ചുറ്റും റബ്ബർ മരങ്ങളാൽ മൂടപ്പെട്ട ഒരു ഒറ്റപ്പെട്ട സ്ഥലം. ഒരു വലിയ കുളത്തിന്റെ സൈഡിലൂടെ മെയിൻ റോഡിലെത്തിയ അയാൾ ഒരു ചിക്കൻ കടയിൽ നിന്നും ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങുന്നു. നാട്ടിൽ എപ്പോൾ വന്നു എന്ന് ചിക്കൻ കടക്കാരൻ അയാളോട് ചോദിച്ചപ്പോൾ ഇന്ന് രാവിലെയാണ് എത്തിയത് എന്ന് മറുപടി പറഞ്ഞ് ചിക്കനും വാങ്ങി അയാൾ അവിടെ നിന്ന് പോകും. അന്നേ ദിവസം രാത്രി എറണാകുളത്ത് നിന്ന് വന്ന മനോജും പോലീസുകാരും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ചേർന്ന് ഷിജുവിന്റെ വീടിന്റെ പരിസരത്തെത്തും. ആ വലിയ കുളത്തിന് സൈഡിലൂടെയുള്ള വഴിയെ മുന്നോട്ട് നടന്ന് ഒരു കുഞ്ഞരുവി കടന്ന് ഷിജുവിന്റെ വീടിന് കുറച്ചടുത്തെത്തിയപ്പോൾ SI മനോജ് പറഞ്ഞതനുസരിച്ച് കോൺസ്റ്റബിൾ വിനു ആദ്യം ഒറ്റയ്ക്ക് പോയി വീടിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പതിയെ ജനല് തുറന്ന് പരിശോധിക്കും. അകത്ത് 2 ആണുങ്ങളെയും സ്ത്രീയെയും കുട്ടിയെയും കണ്ട വിനു തിരിച്ചെത്തി ആ കാര്യം SI മനോജിനെ അറിയിക്കും. മനോജും മറ്റു പോലീസുകാരും ചേർന്ന് ആ വീടിന്റെ മുന്നിലെത്തി വാതിലിൽ മുട്ടും. ആരോ വന്ന് വാതിൽ തുറന്നു. ആ വാതിൽ തുറന്ന ആളെ നോക്കി നിൽക്കുന്ന മനോജിനെയും പോലീസുകാരെയും കാണിച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും. 6ാമതും അവസാനത്തേതുമായ എപ്പിസോഡ് തുടങ്ങുമ്പോൾ SI മനോജും പോലീസുകാരും ഷിജുവിന്റെ വീട് വളഞ്ഞ് വാതിലിൽ മുട്ടിയപ്പോൾ ആ വാതിൽ തുറന്നത് ഷിജുവിന്റെ മൂത്ത ജ്യേഷ്ഠൻ ബിജു ആണ്. ബിജു ആലപ്പുഴയിൽ ഒരു കുട കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ആ വീട്ടിൽ പിന്നെ ഉള്ളത് ഷിജുവിന്റെയും ബിജുവിന്റെയും പെങ്ങളും കുടുംബവുമാണ്. SI മനോജ് ഷിജുവിനെ പറ്റി ബിജുവിനോട് ചോദിച്ചു. ഷിജു ഇങ്ങോട്ടേക്ക് വന്നിട്ട് 10 വർഷമായി എന്ന് അയാൾ മറുപടി പറഞ്ഞപ്പോൾ മനോജ് ബിജുവിനെ മാത്രം വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി സംസാരിക്കും. എന്നാണ് ലാസ്റ്റ് ഷിജു ഇവിടെ വന്നത് എന്ന് മനോജ് ചോദിച്ചപ്പോൾ 5 വർഷം മുന്നേ തങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ വന്നിരുന്നു എന്നും വീട്ടിൽ കയറാതെ പുറത്ത് പോലീസുകാർ നിൽക്കുന്നത് പോലെ കുറച്ചു നേരം നിന്നതിന് ശേഷം മടങ്ങിപ്പോയെന്നും ബിജു പറഞ്ഞു. എന്തിനാണ് ഷിജു ഈ നാട്ടിൽ നിന്നും പോയത് എന്നുള്ള മനോജിന്റെ ചോദ്യത്തിന് ബിജു പറഞ്ഞു, ചെറുപ്രായത്തിൽ തന്നെ സ്ത്രീ വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്നും അതിനാൽ തങ്ങളുടെ അച്ഛൻ അവനെ അടിച്ചും വഴക്ക് പറഞ്ഞും നന്നാക്കാൻ ശ്രമിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അവന് ഒന്നിനെയും ഭയവുമില്ല. അങ്ങനെയിരിക്കെ തങ്ങളുടെ മൂത്ത പെങ്ങളുടെ കല്യാണം ഉറച്ച സമയത്തും അതുമാതിരിയുള്ള ഒരു പ്രശ്നം ഷിജു ഉണ്ടാക്കിയതിനാൽ ആ കല്യാണം മുടങ്ങിയെന്നും ഗത്യന്തരമില്ലാതെ അച്ഛൻ അവനെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. താനാണ് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ഷിജുവിനെ ജോലിക്ക് കൊണ്ടുപോയി ചേർത്തതെന്നും അവിടെയും അതുമാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അറിഞ്ഞപ്പോൾ ഇവിടെ നിന്നും ആരും ഷിജുവിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്ന് ബിജു കൂട്ടിച്ചേർത്തു. ഷിജുവിന്റെ ഫോട്ടോ എന്തേലും ഉണ്ടോ എന്ന് മനോജ് ചോദിച്ചപ്പോൾ ചെറുപ്പത്തിലെടുത്ത ഫോട്ടോയെ തങ്ങളുടെ പക്കലുള്ളൂ എന്നും ഇപ്പോഴത്തെ ഫോട്ടോ ഒന്നും തങ്ങളുടെ കയ്യിലില്ല എന്നും ബിജു മറുപടി പറഞ്ഞു. ഷിജു എന്ത് തെറ്റാണ് ചെയ്തതെന്ന് SI മനോജിനോട് ചോദിച്ചുവെങ്കിലും മനോജ് ഒന്നും മിണ്ടാതെ നിൽക്കും. ഇത് കണ്ട ബിജു പറഞ്ഞു, അവൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. അഥവാ അവന് ഒരാളെ കൊല്ലേണ്ടി വന്നാൽ പോലും പേടിച്ചോടില്ല. ഷിജുവിനെ കുറിച്ച് യാതൊന്നും വീട്ടുകാർക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കിയ SI മനോജും പോലീസുകാരും അന്ന് തന്നെ തിരിച്ച് എറണാകുളത്തേക്ക് മടങ്ങും. എറണാകുളത്തെത്തിയ SI മനോജ് അടുത്ത ദിവസം തന്നെ ഡ്യൂട്ടിയിൽ കയറും. ട്രാഫിക് നിയന്ത്രിച്ചു കൊണ്ടുനിന്ന മനോജ് കോൺസ്റ്റബിൾ പ്രദീപിനെ വിളിച്ച ശേഷം പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള ഷിജുവിന്റെ ഒറിജിനൽ അഡ്രസ് കൺട്രോൾ റൂം വഴി എല്ലാ സ്റ്റേഷനിലേക്കും കൊടുക്കണം. ഷിജു ഏതെങ്കിലും സ്റ്റേഷൻ പരിധിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടും. കോൺസ്റ്റബിൾ പ്രദീപ് കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിച്ചത് പ്രകാരം ഷിജു ചോലയിൽ വീട് വെഞ്ഞാറമൂട് തിരുവനന്തപുരം എന്ന അഡ്രസ് എല്ലാ സ്റ്റേഷനിലേക്കും പാസ് ചെയ്യും. വയർലെസ്സിലൂടെ ആ മെസ്സേജ് കേട്ട ഇടപ്പള്ളി സ്റ്റേഷനിലെ SI നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SI മനോജിനെ കോണ്ടാക്ട് ചെയ്തിട്ട് തങ്ങളുടെ സ്റ്റേഷനിൽ ഷിജുവിനെതിരെ ഒരു ഹോട്ടൽ ഉടമ പരാതി നൽകിയിട്ടുള്ള കാര്യം അറിയിക്കും. അത് പ്രകാരം അവർ ഒരുമിച്ച് സിറ്റി ഹോട്ടലിലെത്തി കരീമിനോട് കാര്യങ്ങൾ ചോദിക്കും. ഷിജുവിന്റെ ഒറിജിനൽ അഡ്രസ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് മനോജ് കരീമിനോട് ചോദിച്ചപ്പോൾ കരീം പറഞ്ഞു, ഷിജു ഇവിടെ ജോലിക്ക് കയറി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സിസിലി എന്ന സ്ത്രീയെ അടുക്കളയിലെ ജോലിക്കായി കൊണ്ടുവന്നു. ആ സ്ത്രീ എവിടത്തുകാരിയാണെന്നറിയില്ല. അവർക്കൊരു 10-40 വയസ്സ് പ്രായം വരും. അവർ ഷിജുവിനേക്കാളും മൂത്തതാണ്. ഒരു ദിവസം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ 2 പേരെയും അടുക്കളയിൽ കണ്ടു. അന്ന് തന്നെ 2 പേരെയും ഇവിടെ നിന്ന് പറഞ്ഞും വിട്ടു. ആ ദേഷ്യത്തിന് ഹോട്ടലിന്റെ മുന്നിലെ ചില്ല് ഷിജു എറിഞ്ഞു തകർത്തു. മാത്രമല്ല കുറച്ചപ്പുറം മാറി അവനൊരു തട്ടുകട തുടങ്ങി. എന്നാൽ അതും നന്നായി പോയില്ല. ഈ കാലയളവിലെല്ലാം അവൻ ഇവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇപ്പോഴത്തെ ഭീഷണി ഫോൺ ചെയ്താണ്. അവന്റെ കല്യാണ ആവശ്യത്തിന് കൊണ്ടുവന്ന പേപ്പറുകളിൽ നിന്നുമാണ് ഷിജുവിന്റെ ഒറിജിനൽ അഡ്രസ് തനിക്ക് കിട്ടിയതെന്ന് കരീം പറഞ്ഞു. സിസിലിയെക്കുറിച്ച് വേറെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ എന്ന് SI മനോജ് ചോദിക്കുമെങ്കിലും കരീമിന് വേറെ
ഒന്നും അറിയില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഷിജു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം സെയ്നുവിനോടാണല്ലോ ആദ്യം പറഞ്ഞത്. അത് സിസിലിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മനോജ് സെയ്നുവിനെ വിളിക്കും. സെയ്നു കുറച്ചു നേരം ആലോചിച്ച ശേഷം സിസിലി എന്ന പേര് ആണ് അന്ന് ഷിജു പറഞ്ഞതെന്ന് ഉറപ്പിച്ചു പറയും. SI മനോജ് കോള് കട്ടാക്കിയ ശേഷം കോൺസ്റ്റബിൾ പ്രദീപിനോട് പറഞ്ഞു, ഷിജു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത് സിസിലിയെ തന്നെയാണ്. അതിനാൽ കരീമിന്റെ കയ്യിലുള്ള ഡീറ്റെയിൽസിൽ സിസിലിയുടെ അഡ്രസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. സിസിലിക്ക് മാത്രമേ ഷിജു എവിടെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂ. SI മനോജ് ഹോട്ടലിൽ ഇരുന്നു തന്നെ ഷിജുവിന്റെ അഡ്രസ് കിട്ടിയ സ്ഥലങ്ങളിൽ എവിടെയും സിസിലി എന്നുള്ള പേര് കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. അപ്പോഴാണ് 2 ദിവസം മുന്നേ മാലമോഷണ കേസിന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന KSRTC ബസ്സിൽ ഷിജു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ഒരു പക്ഷേ ഷിജുവിനൊപ്പം അന്നേ ദിവസം സിസിലിയും ഉണ്ടായെങ്കിലോ എന്നുള്ള ചിന്തയിൽ SI മനോജ് പോലീസ് സ്റ്റേഷനിലുള്ള ലേഡി കോൺസ്റ്റബിൾ സിന്ധുവിനെ വിളിച്ച് കഴിഞ്ഞ ദിവസത്തെ മാലമോഷണ കേസിന് കൊണ്ടുവന്ന ബസ്സിലെ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ സിസിലി എന്ന പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. കോൺസ്റ്റബിൾ സിന്ധു പാസഞ്ചേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അതിൽ സിസിലിയുടെ പേരും അഡ്രസ്സും ഉണ്ട്. സിസിലി ജേക്കബ്, ഏതൻ വില്ല, ഫോർട്ട് കൊച്ചി. ഉടൻ തന്നെ അവർ ആ അഡ്രസ് മനോജിന് മെസ്സേജ് ചെയ്യും. മനോജും മറ്റു പോലീസുകാരും സിസിലിയെ തേടി ആ അഡ്രസ്സിലേക്ക് തിരിക്കും. സിസിലിയുടെ വീടിന്റെ മുന്നിൽ എത്താറായപ്പോൾ തങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യം കോൺസ്റ്റബിൾ സുനിലിനും വിനുവിനും ഓർമ്മ വരും. അവർ SI മനോജിനോട് പറഞ്ഞു, ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഷിജുവിന്റെ നമ്പറിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ജേക്കബിന്റെ വീടാണിത്. അന്ന് ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെങ്കിലും അത് സിസിലി ആണോ എന്ന് അറിയില്ല എന്നുകൂടെ സുനിൽ കൂട്ടിച്ചേർത്തു. ഇത് കേട്ട SI മനോജ് പറഞ്ഞു, ഉറപ്പായും ഷിജുവിനെ വിളിച്ചത് ജേക്കബ് അല്ല, നിങ്ങൾ അവിടെ കണ്ട ആ സ്ത്രീയാണ്. അവർ തന്നെ ആവാം സിസിലി. SI മനോജും പോലീസുകാരും വീടിന് മുന്നിലെത്തി കതകിൽ തട്ടുമ്പോൾ ജേക്കബ് വന്ന് വാതിൽ തുറക്കും. കോൺസ്റ്റബിൾ സുനിലിനെയും വിനുവിനെയും കണ്ടപ്പോൾ തന്നെ ജേക്കബിന് കാര്യം മനസ്സിലായി. അയാൾ SI മനോജിനോട് പറഞ്ഞു, അന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പോലീസുകാരോട് പറഞ്ഞതാണ്. കുറച്ച് കാര്യങ്ങൾ കൂടെ തങ്ങൾക്ക് അറിയാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയെ കണ്ട മനോജ് അതാരാണെന്ന് ജേക്കബിനോട് ചോദിച്ചു. തന്റെ ഭാര്യ സിസിലിയാണെന്ന് ജേക്കബ് മറുപടി കൊടുത്തപ്പോൾ SI മനോജ് കോൺസ്റ്റബിൾ പ്രദീപിനോട് ജേക്കബിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ പറഞ്ഞ് വീടിന് പുറത്തേക്ക് അയക്കും. ജേക്കബ് പോയ ശേഷം മനോജ് സിസിലിയോട് പറഞ്ഞു, നിങ്ങളാണ് ജേക്കബിന്റെ ഫോണിൽ നിന്നും ഷിജുവിനെ വിളിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. ഷിജുവിനെ ലാസ്റ്റ് എന്നാണ് കണ്ടത് എന്ന് മനോജ് ചോദിച്ചപ്പോൾ 4 ദിവസം മുന്നേ ആണ് തങ്ങൾ കണ്ടതെന്നും അന്ന് ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് മാലമോഷണ കേസ് ഉണ്ടായതെന്നും പോലീസ് സ്റ്റേഷനിൽ വന്നതെന്നും സിസിലി പറഞ്ഞു. ഷിജു സിസിലി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നോ എന്നുള്ള SI മനോജിന്റെ ചോദ്യത്തിന് ഈ മാസം അവസാനം ഷിജുവിനൊപ്പം പോകാനിരിക്കുകയായിരുന്നു എന്നും എന്നാൽ ഇടപ്പള്ളിയിലെ തട്ടുകടയിലെ കച്ചവടം വളരെ കുറവായതിനാൽ അങ്കമാലിയിലെ ഒരു ക്യാന്റീനിൽ മാസ വരുമാനത്തിന് ജോലി കിട്ടിയിട്ടുണ്ടെന്നും അത് നേരെ ആയതിനു ശേഷം തന്നെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് ഷിജു പറഞ്ഞിരുന്നു എന്ന് സിസിലി പറഞ്ഞു. അങ്കമാലിയിലെ ഏത് ക്യാന്റീനിലാണ് ഷിജു ജോലി ചെയ്യുന്നത് എന്ന് മനോജ് ചോദിക്കുമെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഷിജു പറഞ്ഞിട്ടില്ല എന്ന് സിസിലി പറഞ്ഞു. ജേക്കബിന്റെ കുടുംബജീവിതത്തിന് മറ്റ് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി SI മനോജും പോലീസുകാരും അയാളോട് യാതൊന്നും തന്നെ പറയാതെ അവിടെ നിന്ന് പോകും. സ്റ്റേഷനിൽ തിരിച്ചെത്തിയ SI മനോജും പോലീസുകാരും സിസിലി പറഞ്ഞ കാര്യങ്ങളെല്ലാം CI കുര്യനോട് പറയും. കുര്യൻ എല്ലാവരോടുമായി ചോദിച്ചു, ഷിജുവിനെ പോലുള്ള ഒരാൾക്ക് സിസിലിയെ പോലുള്ള ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടാകും, അവൻ അങ്കമാലിയിൽ തന്നെ ഉണ്ടാകും എന്നതിന് എന്താണ് ഉറപ്പ്? ഇതും അവന്റെ ഫേക്ക് അഡ്രസ് പോലെ പറ്റിക്കലാണെങ്കിലോ? ഇത് കേട്ട SI മനോജ് പറഞ്ഞു, സിസിലിക്ക് വേണ്ടിയാണ് ഷിജു സിറ്റി ഹോട്ടലിന്റെ ഉടമയായ കരീമിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. അവൻ സിസിലിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അതിനാൽ ഉറപ്പായും അവൻ അങ്കമാലിയിൽ തന്നെ ഉണ്ടാകും. ഇത് കേട്ട കുര്യൻ ഒന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു, ഇനി മാസങ്ങളല്ല വർഷങ്ങൾ എടുത്താലും നമുക്ക് ഷിജുവിനെ പിടിക്കണം. അവർ എല്ലാവരും അങ്കമാലിയിലേക്ക് പുറപ്പെടും. അങ്കമാലിയിലെത്തിയ പോലീസുകാർ 2 ടീമുകളായി തിരിയും. SI മനോജും കോൺസ്റ്റബിൾ പ്രദീപും ക്യാന്റീനുകൾ തോറും പരിശോധിക്കും. അതേസമയം കോൺസ്റ്റബിൾ സുനിലും വിനുവും ലോഡ്ജുകളും. എന്നാൽ അവിടെ നിന്നൊന്നും ഷിജുവിന്റെ യാതൊരു വിവരവും കിട്ടില്ല. ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ഷിജു സിസിലിയെ പറഞ്ഞു പറ്റിച്ചതാണെന്നും കോൺസ്റ്റബിൾ പ്രദീപ് മനോജിനോട് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ കോൺസ്റ്റബിൾ സുനിൽ SI മനോജിനെ വിളിച്ചിട്ട് ഷിജു താമസിക്കുന്ന ലോഡ്ജ് കിട്ടിയെന്നുള്ള കാര്യം അറിയിക്കും. അങ്കമാലിയിലെ ഉടുപ്പി ലോഡ്ജ്. SI മനോജും കോൺസ്റ്റബിൾ പ്രദീപും അങ്ങോട്ടേക്ക് തിരിക്കും. ലോഡ്ജിലെത്തിയ മനോജിനോട് സുനില് പറഞ്ഞു, 1 മാസമായിട്ട് ഷിജു ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. റൂമിൽ കയറി പരിശോധിച്ചെങ്കിലും അവന്റെ കുറച്ച് ഡ്രസ്സുകളല്ലാതെ വേറൊന്നുമില്ല. ഷിജു എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് SI ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു. അതിനെക്കുറിച്ച് തനിക്ക് യാതൊരു ധാരണയും ഇല്ല എന്നും രാവിലെ റൂം പൂട്ടി പോയാൽ രാത്രിയാവുമ്പോഴാണ് എല്ലാ ദിവസവും തിരിച്ചു വരുന്നതെന്നും ചില ദിവസങ്ങളിൽ അയാൾ വരാറുമില്ല എന്നും റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഷിജു ഇവിടെ റൂം എടുക്കാൻ എന്ത് അഡ്രസ് പ്രൂഫാണ് തന്നിരിക്കുന്നത് എന്ന് മനോജ് ചോദിച്ചപ്പോൾ പ്രൂഫൊന്നും വാങ്ങിച്ചിട്ടില്ല എന്നും ഷിജു ഇവിടെ
മാസ വാടകയ്ക്കാണ് റൂം എടുത്തിരിക്കുന്നതെന്നും അതിനാൽ ഒരു മാസത്തെ ക്യാഷ് അഡ്വാൻസ് ആയി തന്നിട്ടുണ്ടെന്നും തന്നെ പറ്റിക്കാതിരിക്കാൻ ഷിജു ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നും റിസപ്ഷനിസ്റ്റ് കൂട്ടിച്ചേർത്തു. SI മനോജ് റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ നമ്പർ വാങ്ങി കോൾ ചെയ്യും. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും എടുക്കില്ല. SI മനോജ് എല്ലാവരോടും പറഞ്ഞു, ഈ നമ്പരും ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും. എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് പോലെ ഒരു റോങ് നമ്പർ ആവാനേ സാധ്യതയുള്ളൂ. കോൺസ്റ്റബിൾ സുനിലിനോടും വിനുവിനോടും മഫ്തിയിൽ ലോഡ്ജിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് SI മനോജ് ലോഡ്ജിന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ആ നമ്പറിലേക്ക് കോൾ ചെയ്യും. പെട്ടെന്ന് ഒരാൾ കോൾ എടുത്ത ശേഷം പോലീസ് ക്യാന്റീൻ ആണെന്നും താങ്കൾക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്നും ചോദിക്കും. ഷിജു അങ്കമാലിയിലെ പോലീസ് ക്യാന്റീനിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം SI മനോജ് കുര്യനെ വിളിച്ചറിയിക്കും. ആ ടീമിലെ സകല പോലീസുകാരും അങ്കമാലിയിലെ പോലീസ് ക്യാന്റീനിലെത്തും. ചായ കുടിക്കാൻ എന്ന വ്യാജേനെ ഓർഡറും കൊടുത്ത് വെയിറ്റ് ചെയ്തിരുന്ന CI കുര്യന്റെയും SI മനോജിന്റെയും അടുത്തേക്ക് 2 കപ്പ് ചായയുമായി ഷിജു എത്തും. ഗ്രാൻഡ് ടൂറിസ്റ്റ് ഹോമിലെ റിസപ്ഷനിസ്റ്റ് ശരത്ത് പറഞ്ഞതുപോലെ ഷിജുവിന് കോങ്കണ്ണുണ്ട്. ഷിജുവിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് എറണാകുളത്തുള്ള ഗ്രാൻഡ് ടൂറിസ്റ്റ് ഹോം എന്ന സ്വപ്ന കൊല്ലപ്പെട്ട ലോഡ്ജിലേക്ക് കൊണ്ടുവരും. റിസപ്ഷനിസ്റ്റ് ശരത്ത് ഷിജുവിനെ തിരിച്ചറിയും. മുകളിലെ റൂമിലെത്തിച്ച് തെളിവെടുക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാണ് സ്വപ്നയെ കൊന്നതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ ഷിജു പറഞ്ഞു തുടങ്ങി. താനും സ്വപ്നയും സന്തോഷത്തോടെയാണ് റൂമിലേക്ക് എത്തിയത്. റൂമിൽ കയറിയ ഉടൻ തന്നെ അവളുടെ മട്ടുമാറി. കുടിക്കാൻ ബിയർ വേണമെന്ന് പറഞ്ഞു. താൻ ആദ്യം അത് പോയി വാങ്ങിക്കൊണ്ടുവന്നു. സ്വപ്ന ബിയർ കുടിച്ചു കഴിഞ്ഞപ്പോൾ വിശക്കുന്നു, ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അതും വാങ്ങിക്കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞ് സിഗരറ്റ് വേണമെന്നും അത് പോയി വാങ്ങി വരാൻ സ്വപ്ന എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല എന്നും ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറണമെന്നും ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ വിവാഹം കഴിച്ചതാണോ എന്ന് സ്വപ്ന ചോദിച്ചപ്പോൾ ഉടൻ തന്നെ തന്റെ വിവാഹം ഉണ്ടാകുമെന്നും സിസിലി തന്നെക്കാൾ മൂത്തതും വിവാഹിതയുമാണെന്ന് പറഞ്ഞപ്പോൾ സെക്സ് വർക്കറായ താനും സിസിലിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് സ്വപ്ന പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന സിസിലിയെ സെക്സ് വർക്കറായ സ്വപ്ന അവളെ വെച്ച് കമ്പയർ ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെടാതെയും ദേഷ്യം അടക്കാൻ പറ്റാതെയും അവളുടെ തന്നെ സാരി ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾക്ക് അനക്കമില്ലാതായി. ബോധം പോയതായിരിക്കും എന്ന് കരുതിയാണ് ഷവറിന്റെ കീഴിൽ കൊണ്ടുവച്ച് അവളുടെ മുഖത്തേക്ക് വെള്ളമൊഴിക്കാൻ ശ്രമിച്ചത്. എന്നാൽ വെപ്രാളത്തിൽ പൈപ്പ് പൊട്ടിപ്പോയി. സ്വപ്ന മരിച്ചു എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നും ഷിജു പറഞ്ഞു. അങ്ങനെ 6 ദിവസം കൊണ്ട് പോലീസ് സ്വപ്നയുടെ കൊലപാതക കേസ് തെളിയിച്ചു. അതിനവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രത്യേക മെഡലും കിട്ടി. ഇവിടെ വെച്ച് സീസൺ 1 അവസാനിക്കും.